ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. താനൂർ തിയല റെയിൽവേ മേൽപ്പാലം 2025 ഫെബ്രുവരി അവസാനം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് പുതുതായി ചാർജ് എടുത്ത RBDC അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഐസക് വർഗീസ് പറഞ്ഞു. ക്രാഷ് ബാരിയർ 24/1 തുടങ്ങും. അതായത് 23 നമ്മൾ വണ്ടി മുകളിൽ കയറ്റും അല്ലേ? 23 വണ്ടി മുകളിൽ കയറ്റും. വണ്ടി മുകളിൽ കയറ്റാൻ പറ്റും. വണ്ടി മുകളിൽ വണ്ടി മുകളിൽ കയറ്റും. അതുകൊണ്ടാണ് 24/1 നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. സൺറൈലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 22 ക്രാഷ് ബാരിയർ 22 ഫെബ്രുവരിയിൽ തീർക്കാമെന്ന് പറഞ്ഞു. സർവീസ് റോഡ് 31 അതായത് താരങ്ങല്ല WM തീർക്കാമെന്ന് പറഞ്ഞു. പാലം പണി പൂർത്തിയാകാതെ നീണ്ടുപോകുന്നതിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് LDF നേതാക്കൾ അദ്ദേഹത്തെ നേരിട്ട് ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുതായി ചാർജ് എടുത്താണ് AGM ഐസക് വർഗീസ് മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന സ്ഥലം സന്ദർശിച്ചത്. ജോലി കൂടുതൽ വേഗത്തിലാക്കാൻ കൂടുതൽ ജോലിക്കാരെ പണിക്ക് നിർത്തി പാലം പണിയിൽ ഫെബ്രുവരിയിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് ഓരോ ഷെഡ്യൂൾഡ് ചെയ്ത് ജോലി നടത്തുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. RBDK മാനേജർ അതുൽ ഉണ്ണി, റൈറ്റഡ് സീനിയർ എഞ്ചിനീയർ TS ഇളംകോവൻ, SPL ഡെപ്യൂട്ടി ജനറൽ മാനേജർ മഹേശ്വരൻ, സൈറ്റ് എഞ്ചിനീയർ ഷഹീൻ റൂബർ, LDF നേതാക്കളായ M അനിൽകുമാർ, CP അശോകൻ, K വിവേകാനന്ദൻ, ലാമഹ് റഹ്മാൻ, ഫസൽ റഹ്മാൻ താനൂർ, AP സിദ്ദീഖ്, ബാപ്പു വടക്കേൽ എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. പാലം പണി പൂർത്തിയാക്കി അടുത്ത മാസം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണി നേതാക്കൾ നിർമ്മാണത്തിന്റെ സ്ഥിതിഗതി വിലയിരുത്തുമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 20 TV.